എന്നാ തോന്നുന്നത്. IPC 302. നീ അകത്തായത് തന്നെ. ഈ ബോഡി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഈ ബോഡി പറഞ്ഞിട്ട്. ഓ, അപ്പൊ പാര പടന്നിട്ടാണ് ജീവൻ പോയത്. ആരാ ജീവൻ? നിന്റെ അച്ഛൻ. അനന്തപത്മനാഭൻ, ഉർമീസ് അങ്ങനെ രണ്ടുപേരെ വേണ്ടപ്പെട്ടവരായിട്ടുള്ളൂ എന്നാണല്ലോ ഇദ്ദേഹം പറഞ്ഞത്. അത് നിങ്ങളല്ലേ? ഉർമീസ് ഇവൻ തന്നെ. അനന്തൻ ഇവൻ തന്നെ. ഞാൻ അടുത്ത കുരിശ്. എന്താടോ നിങ്ങൾ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കണേ എന്തിന്? ഇന്ന് ഒരുപാട് മരണം നടക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ഞങ്ങൾക്ക് പോണം. പണം എടുക്കി. പണം ഓസനോട് എത്തിക്കാൻ അയാൾ എന്റെ മച്ചമ്പിയൊന്നും അല്ലല്ലോ. അല്ല പിന്നെ. ശരി ശരി, തനിക്ക് പണമല്ലേ വേണ്ടത്? എത്രയാ? 300. ഒരു 100 രൂപ. ഇത് പിന്നെ എന്തിനാ? എല്ലാം നമ്മുടെ പടലേക്ക് കെട്ടിവെച്ചിട്ടാണല്ലോ ഈ കാലമാടം ചത്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ശവം കത്തിക്കാം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാന്നേ. ശവം എവിടെ പോയാവോ? ഇനി അവന്റെ ബോഡി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കോ? എഴുന്നേറ്റ് സെമിത്തേരിയിലേക്ക് നടന്നു പോയതായിരിക്കും. തമ്മാടിക്കുഴി. തൊലിഞ്ഞ കാമഡി പറയാതെ മുഖംമൂടി ഐഡിയ പറഞ്ഞു തന്നെ നീയല്ലേ? കൊലക്കുറ്റവാ. രണ്ടുപേരും ചേർന്ന് സമാധാനം പറയേണ്ടി വരും. ആംബുലൻസ് സെറ്റിൽ ചെയ്ത് അയച്ചോ? പ്രാതമല്ല, ഞാൻ ചത്തിട്ടില്ല. ഡിസ്ചാർജ് ചെയ്യുമ്പോഴെങ്കിലും കൂട്ടിക്കൊണ്ട് വരാൻ നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. 3-4 തവണ ആശുപത്രിക്കാരെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചു. ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം തന്നെ ഇപ്പൊ ഔട്ട് ഓഫ് ഓർഡറാ. അതെനിക്കും തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ആംബുലൻസ് വിളിച്ചിങ്ങ് പോന്നു. 1 മാസത്തെ ബെഡ് റെസ്റ്റ് ആ ഡോക്ടർ പറഞ്ഞേക്കണേ. വേണ്ടി വരും. കുണ്ടിയും കുത്തി വീണതല്ലേ. ഞാൻ സ്വന്തമായിട്ട് വീണതല്ലോ, പേടിപ്പിച്ച് തള്ളിയിട്ടതല്ലേ. പദശ്രമമാ, വകുപ്പ് വേറെയാ. ധാരാളം പഴവർഗ്ഗങ്ങൾ കഴിക്കണമെന്ന് ആ ഡോക്ടർ പറഞ്ഞേക്കണേ. ഇപ്പൊ മൂസമ്പി ജ്യൂസ് കുടിക്കേണ്ട സമയമാ. പുഴിഞ്ഞോട്ട് വാടോ. പറഞ്ഞത് കേട്ടില്ലേ? പുഴിഞ്ഞു കൊടുക്ക. പുഴിഞ്ഞു കൊടുക്കാം. ഇല്ലെങ്കിൽ ഇവൻ നമ്മുടെ ചോര പുഴി. എനിക്കും കൂടി പുഴിഞ്ഞോണ്ട് വാ എന്ന് പറയാനല്ലേ? വേറെ ആളെ നോക്കി കീലേ. എന്താ പറഞ്ഞേ? അയ്യോ, നമുക്ക് പുഴിഞ്ഞു കളിക്കാം. വേണ്ട, താനൊരു പുല്ലും പറയണ്ട. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. താൻ പറഞ്ഞത് ഞാൻ കുറെ കേട്ടത്. ആദ്യം താൻ റിസീവർ ആവുമെന്ന് പറഞ്ഞു, പിന്നെ അവനെ അവിടെ നിന്ന് ചാടിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ തന്റെ ശിങ്കടി കൂടി അവന്മാരുടെ കൂടെ ചേർന്നില്ലേ? ഇനിയിപ്പൊ താൻ എന്തോ പോലത്താനാ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കണോ? വേണ്ട, കേൾക്കാനും കാണാനും എനിക്കിനി സമയമില്ല. എനിക്ക് അവകാശപ്പെട്ടിടത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കുറച്ച് വിഷവും കേട്ടെടുത്തോ. വന്ന് തലയ്ക്ക് വെളിവില്ലാതായോ? എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്കണേ. ഓ, താനെന്തോളം മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയണം. അയാൾ അടങ്ങിയിരിക്കില്ല. കാര്യം എന്റെ ചേട്ടനൊക്കെ തന്നെ. വർമാരാ മോൻ. ശങ്കരനാരായണനും എന്തൊക്കെയോ കരുക്കൾ നീക്കുന്നുണ്ട്. മോഹനവർമ്മയെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത സ്ഥിതിക്ക് റിസീവർ ഭരണം നീണ്ടുപോകുമോന്നാ എനിക്ക് പേടി. അതിനൊരു മാർഗമേ ഉള്ളൂ. മോഹനവർമ്മ മരിച്ചു എന്ന് സ്ഥാപിക്കണം. എങ്ങനെ? അതിനുള്ള വഴി വളരെ ബുദ്ധിപൂർവ്വം ആലോചിക്കണം. ആലോചിച്ച് കണ്ടെത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ. മോഹനവർമ്മ എങ്ങാനും തിരിച്ചു വന്നാൽ? എവിടെ വരാൻ? അയാൾ ജീവിച്ചിരിപ്പുണ്ടാണെങ്കിൽ തന്റെയും തള്ളയും കൊല്ലപ്പെട്ടപ്പോ തന്നെ വരേണ്ടല്ലായിരുന്നു. ഇനി ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലും മരിച്ചു എന്ന് നമ്മൾ തെളിയിക്കണം. തെളിയിച്ചാൽ? ചിത്തിരപുരം കൊട്ടാരം വർമാജിയുടെ പേരിലാക്കുന്നവരും ഈ ഞാനേറ്റു. എന്നാൽ അതിനുള്ള വഴി എളുപ്പം നോക്കാം. അവന്മാരവിടെ കയറി മേയുന്നത് എനിക്കൊട്ടും സഹിക്കുന്നില്ല. അനന്ത, പത്മനാഭ, എന്തിനാണ് രാവിലെ കിടന്ന് കൂവുന്നത്? നോക്കേ, ഈ കൊട്ടാരത്തിന്റെ അവകാശി മോഹനവർമ്മ തമ്പുരാൻ കൊല്ലപ്പെട്ടു. മോഹനവർമ്മ തമ്പുരാൻ കൊല്ലപ്പെട്ടു. ചിത്തിരപുരം കൊട്ടാരത്തിന്റെ അവകാശിയും 2 വർഷം മുമ്പ് കൊല്ലപ്പെട്ട ഉദയവർമ്മ തമ്പുരാന്റെയും ഭാഗീരഥിബായി തമ്പുരാട്ടിയുടെയും ഏക മകൻ മോഹനവർമ്മ കൊല്ലപ്പെട്ടു. വർമ്മയുടേതെന്ന് സംശയിക്കപ്പെടുന്ന മൃതദേഹം കൽക്കട്ടയ്ക്കടുത്ത റെയിൽവേ ട്രാക്കിൽ തിരിച്ചറിയാനാവാത്ത വിധം ഛിന്നഭിന്നമായ നിലയിൽ കാണപ്പെട്ടു. വിവരമറിഞ്ഞെത്തിയ അടുത്ത ബന്ധുക്കളായ നന്ദനവർമ്മയും മറ്റുമാണ് മൃതദേഹം മോഹനവർമ്മയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ശരീരത്തിൽ നിന്നും കണ്ടെടുത്ത ആഭരണങ്ങൾ മൃതദേഹം തിരിച്ചറിയാൻ ഇവരെ സഹായിച്ചു. ഏകദേശം 2 വർഷം മുമ്പ് ബാംഗ്ലൂരിലുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്ന മോഹനവർമ്മ അവിടുന്ന് ആരോടും പറയാതെ അപ്രത്യക്ഷനാവുകയായിരുന്നു. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറഞ്ഞ പോലായി നമ്മുടെ അവസ്ഥ. ഈ കൊട്ടാരമായിട്ടൊന്ന് ഇഴുകി ചേർന്ന് വരികയായിരുന്നു. ഇനി ഇപ്പൊ മഹാഗണിയും ചന്ദനവർമ്മയും ചുമ്മാ ഇരിക്കും തോന്നുന്നുണ്ടോ? ഇന്ന് മുതൽ അവന്മാർ കളി തുടങ്ങും. എന്റെ സെബസ്ത്യാനോസ് പുണ്യാടാ, കുറച്ചു കാലം കൂടി ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ കടാക്ഷിച്ചാൽ അറുത്തുങ്കൽ പള്ളി കടപ്പുറം മുതൽ പള്ളി തിണ്ണവരെ ഈ ഉറുമി സുരുണ്ടോളാമേ. ഇത് എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്?
ബാക്കിയുള്ള 1 കിലോമീറ്റർ ഉരുളാമെന്ന് നേർന്നു. തിരുപ്പതി പോയി തല മൊട്ടയടിക്കാമെന്നെങ്കിലും പറവക്കില്ലേ? മിണ്ടാതിരിടാ. മോഹനവർമ്മ ഇന്ന് വരും നാളെ വരുന്ന കാത്തിരിക്കുന്ന ആ പെൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ കഷ്ടം തന്നെയാ. എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. ഈ കെട്ട് എപ്പോ അഴിക്കാം? എനിക്ക് തോന്നുമ്പോ അഴിക്കും. ആഹാരക്കാര്യത്തിൽ ഒരു നിയന്ത്രണോ വേണ്ടെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. പിന്നെ എന്തിനാ ഈ കഞ്ഞി? ഇറച്ചി മീനും മുട്ടയൊക്കെ ആവാലോ. ചാവാൻ കിടക്കണവൻ എപ്പോഴും ആർത്തി കാണും. 3 നേരവും ചുട്ട പപ്പടവും ചമ്മന്തിയും ഉപ്പില്ലാത്ത കഞ്ഞിയും മാത്രമേ കൊടുക്കാവൂന്ന ഡോക്ടർ പറഞ്ഞത്. വേറൊന്നും കഴിക്കാൻ പാടില്ലേ? വേണമെങ്കിൽ സ്വപ്പം വിഷം കൂടി ചേർത്ത് തരാം. ആ പൂതി മനസ്സിലിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ബെഡ് റെസ്റ്റ് ഞാൻ ഒഴിവാക്കാം. നാളെ മുതൽ ഭക്ഷണം ചായക്കടയിൽ. പക്ഷെ ഒരു കാര്യം, പുറത്തു നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ തടിയുടെ കാര്യം ഞാൻ നാട്ടുകാരടുത്ത് പറഞ്ഞു പോയെന്നിരിക്കും. എന്റെ കർത്താവെ, ചതിക്കരുത്. ഞാൻ എന്ത് വേണേലും ഉണ്ടാക്കി തരാം. എന്നാ താ ഉണക്ക നെത്തോലി ചുട്ടോണ്ട് വാ. ഓ. അത് കടിച്ച് കഞ്ഞി കുടിക്കാൻ നല്ല രസവാ. നെത്തോലി ചുട്ടോണ്ട് വരാം. ഇത് ഞങ്ങളെ ചൂടാതിരുന്നാ മതി. കെട്ടഴിക്ക്. കെട്ടഴിക്കാറായോ? ആ കെട്ടഴിക്കണോ? അവിനാശം. സ്വന്തം മോളെ മോഹനോർമ്മയെ കൊണ്ട് കെട്ടിച്ച് സ്വത്തുക്കൾ ഒന്നടങ്കം കൈക്കലാക്കാമെന്നല്ലേ ഇയാൾ കരുതിയത്? അത് തമ്പുരാനും തമ്പുരാട്ടിയും സമ്മതിക്കില്ല എന്ന് വന്നപ്പോ അവരെ കൊന്നു. എന്നിട്ട് ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച ഇയാളുമായിട്ട് എനിക്ക് ഒരു കോംപ്രമൈസും വേണ്ട. അതേടാ, ഒന്നടാ. ഇല്ലെങ്കിലേ ചിത്രപുരം കൊട്ടാരത്തിലെ ഇളമുറക്കാരൻ കാര്യസ്ഥന്റെ മോളെയും കെട്ടി ജീവിക്കണ കാണാമായിരുന്നു. കുറുപ്പേ, ഞാൻ പോവുക. അങ്ങനെ അങ്ങ് പോയാലോ? ഇരിക്കുവർമ്മേ, എനിക്കൊരു സംഗതി നിങ്ങളോട് പറയാനുണ്ട്. എന്റെ ശത്രുവിന്റെ മുമ്പിൽ വെച്ചത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ശത്രുത അകറ്റോ അകറ്റാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം. അതിലോട്ടൊന്നും ഞാൻ കൈകടത്തുന്നില്ല. എന്നാൽ ഒരു പൊതുശത്രുവിനെ ഒതുക്കാൻ നിങ്ങൾ ഒത്തുകൂടിയാൽ എന്താണ് തെറ്റ്? ആരാ ഈ പൊതുശത്രു? അഡ്വക്കേറ്റ് അനന്തപപ്പനാവൻ, ചിത്രപുരം കൊട്ടാരത്തിലെ റിസീവർ. നിങ്ങൾ തന്നെയല്ലേ അനന്തരവനെ അവിടെ അവരോധിച്ചത്? എന്നിട്ട് ഇപ്പൊ തിരിയാൻ എന്താ കാരണം? ശരിയാ, പക്ഷെ സ്വന്തവും ബന്ധവും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ എന്നും ന്യായത്തിന്റെ കൂടാ. നിങ്ങളിൽ ആരാ കൊട്ടാരത്തിന്റെ അവകാശം എന്നുള്ള തർക്കം ഇപ്പോഴും കോടതിയില്ല. ഇനിയിപ്പോ മോഹനവർമ്മ മരിച്ചു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പാ. പക്ഷെ അവകാശം കിട്ടി അങ്ങോട്ട് ചെല്ലുമ്പോ അതിനകത്തൊന്നും ഇല്ലെന്ന് വന്നാലോ? കുറിപ്പ് എന്താ പറയണമെന്ന് വെച്ചാൽ അതൊന്ന് തെളിച്ചു പറ. കാര്യം അവൻ എന്റെ അനന്തരവനാ. പക്ഷെ കൊട്ടാരം റിസീവർ ഭരണത്തിൽ വിട്ടത് അന്യാധീനപ്പെടാതിരിക്കാൻ വേണ്ടിയാ, അല്ലാതെ കട്ടുമുടിക്കാനല്ല. മനസ്സിലായില്ലേ? കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും അന്യ വീട്ടിലേക്ക് കടത്തുന്നുണ്ടെന്ന് എനിക്ക് കിട്ടിയ സൂചന. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നും ന്യായത്തിന്റെ കൂടെയാണെന്ന്. ഇനി നിങ്ങൾ തീരുമാനിച്ചോ, തമ്മിലടിക്കണോ അതോ നിങ്ങളുടെ കൊട്ടാരം രക്ഷിക്കണോ എന്ന്. ആരാ മനസ്സിലായില്ല? ഞങ്ങൾ ചുമ്മാ ഈ കൊട്ടാരം ഒന്ന് കാണാൻ വന്നതാ. ആഹാ, നമ്മുടെ സദാനന്ദന്റെ അതേ ചായ. സദാനന്ദനോ? ഞാൻ സദാനന്ദനല്ല, വെറും ആനന്ദനാ. എനിക്ക് സംസാരിക്കാൻ പാടില്ല, ഞാൻ ഫുൾ റെസ്റ്റിലാ. നിങ്ങൾ പോയിക്കോളൂ. ഞാനൊരു കാര്യം പറയട്ടെ. ആർക്കും എന്നോട് എന്തും തുറന്നടിക്കാം. മടിക്കാതെ അടിക്കണം. അയ്യോ, എടാ തന്തയില്ല കഴിവറുടെ മോനെ, യക്ഷി എളിച്ച് അവന്മാരെ ഇവിടുന്ന് ഓടിക്കാൻ വന്ന നീ ഇവിടെ തന്നെ കൂടി അല്ലേടാ? ഞാൻ എന്ത് ചെയ്യാനാ? കോപം നടത്തി എന്നോട് പാലമരത്തി തളച്ചിരിക്കുക. ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല എന്ന് ഞാൻ സത്യം ചെയ്ത് കൊടുത്തുപോയി. യക്ഷി സത്യം ചെയ്താ പിന്നെ മാറ്റാൻ പറ്റുമോ? അയ്യോ, എന്നെ തല്ലരുത്. അവന്മാരകത്തുണ്ട്, അങ്ങോട്ട് പോയി ചോദിക്ക്. എങ്ങോട്ടായി തള്ളി കയറി പോന്നെ? ആഹാ, ചന്ദനവർമ്മയും മഹാഗണി വർമ്മയും ഒക്കെ ഉണ്ടല്ലോ. ഈ മുള്ളുമുരുക്കുകൾ ഏതാ മനസ്സിലായില്ല. എവിടാ നിന്റെ റിസീവർ? ഉണക്കാനിട്ടിരിക്കുക. ഞാനിവിടെ ഉണ്ട്. അവനെ വിടുക. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? പുല്ലേ.
അവകാശത്തിന് വേണ്ടി ആർത്തി പിടിച്ചു കിടക്കുന്ന അലവലാദികളാണെന്നറിയാം. എന്നാൽ ഈ കൊട്ടാരത്തിന് താവഴികളാണല്ലോ എന്നുള്ള ചെറിയ കൺസിഡറേഷൻ തമ്പുരാക്കന്മാർ അത് ഇല്ലാതാക്കരുത്. മനസ്സിലായല്ലോ? മഹാഗണി മസിൽ വരക്കരുത്. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കൊണ്ടുപോകാൻ ശവമം ചേർപ്പാടേണ്ടി വരും. നിന്നെയൊക്കെ പടിയിറക്കാനുള്ള വകുപ്പായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ അത് പിടിച്ചു നിർത്തല്ലേ, ഇങ്ങോട്ട് ഇറക്കി വെയ് വകുപ്പ്. ഈ കൊട്ടാരത്തിലുള്ള സാധനങ്ങളെല്ലാം ഇപ്പൊ ഇവിടെ ഉണ്ടോ എന്ന് അറിയണം. അത് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കാം. അവിടെ നിൽക്കാൻ പരിശോധനയൊക്കെ ആവാം, പക്ഷെ ഇപ്പൊ പറ്റില്ല. കോടതി എന്നെ റിസീവർ സ്ഥാനത്ത് നിന്ന് പിൻവലിക്കുന്നവരെ ഇവിടുത്തെ അധികാരി ഞാനാ. അകത്ത് കയറി തമ്പുരാന്റെ മുട്ടുവലിയാൻ തല്ലി പിടിക്കും. ആഹാ, എന്നാ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഏത് കോലുവത്ത അധികാരിയാടാ നീ? ഇനി ഈ കാണുന്ന കൊട്ടാരത്തിന്റെയും സ്വത്തിന്റെ അവകാശികള് ഞങ്ങളാ. ഉണ്ടായിരുന്ന അവകാശി ചത്തവരും പത്രത്തിലൊന്നും വായിച്ചില്ല അല്ലേ? എന്നാ ഇപ്പൊ അറിഞ്ഞോ, അവൻ ചത്ത് മണ്ണടിഞ്ഞു. ഇനി നീയൊക്കെ ആർക്ക് പിണ്ണം വെക്കാനാടാ ഇവിടെ നിൽക്കുന്നത്? ഇറങ്ങടാ പുറത്ത്. ആദ്യം പഠിക്ക് പുറത്തിറങ്ങേണ്ടത് നിങ്ങളാ. എല്ലാറ്റിനെയും കൊന്ന് കുഴിച്ചു മൂടിയല്ലോ. ഇനി തൃപ്തിയായില്ലേ? നിർത്തറ പട്ടി ചെലക്കല്. നീ എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാതെ. തമ്പുരാൻ ദേഹം അശുദ്ധമാക്കരുത്. ഓ, റിസീവർ സാറിന് വേദനിച്ചോ? മതിയാക്കിക്കോളണം നിന്റെ ഇവിടത്തെ പൊറുതി. മോളെ ഇളയ തമ്പുരാന്റെ പട്ടമഹിഷിയാക്കി കൊട്ടാരത്തിൽ വാഴിക്കാമെന്നായിരുന്നു നിന്റെ മോഹം അല്ലടാ ചെറ്റേ? അത് നടക്കാതെ വന്നപ്പോ നീ ഇവന്മാരുടെ കൂടെ കൂടിയല്ലേ? നീയും നിന്റെ മോളും ഈ ആനാമുക്കികളും കൂടി ഈ കൊട്ടാരം കട്ടുമുടിക്കുകയല്ലായിരുന്നോ ഇതുവരെ? പലപ്പോഴായി നീ ഇവിടുന്ന് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയതും എവിടേക്കാണ് കൊണ്ടുപോയതെന്നും ആർക്കാണ് കൊടുത്തതെന്നും ഞങ്ങൾക്കറിയാം. നിന്നെയും ഇവനെയൊക്കെ കയ്യാമം വെച്ച് നാറ്റിച്ച് ഈ പടിയിറക്കിയിട്ടേ ഇനി ഞങ്ങൾ ഉറങ്ങൂ. വാടാ. അല്ല, തമ്പ്രാക്കന്മാരെന്താ വെറും കയ്യോടെ? സാധനങ്ങളൊന്നും കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ട് എവിടെ? വരുമ്പോഴും പോകുമ്പോഴും അടിക്കാൻ ഞാൻ എന്താ അമ്പലം പണിയോ? സംഗതി കൈവിട്ടു പോയല്ലോ അനന്ത. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതൊക്കെ ആരാ ചെയ്യിച്ചെന്ന് എനിക്കറിയാം, എന്ത് ചെയ്യണമെന്നും അറിയാം.